നമസ്കാരം സാർ. മിനിസ്റ്റർ അല്ലേ? ഉണ്ട്. യെസ്. ഗുഡ് മോർണിംഗ്. ആ കുറ്റി അങ്ങോട്ടേക്ക്. മുഖവരിയില്ലാതെ കാര്യമൊന്ന് നേരിട്ട് പറയാം. എന്റെ ഭർത്താവിനെ വഴിതെറ്റിക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായില്ല. സ്റ്റെല്ലയുമായുള്ള ഡിക്കയുടെ ബന്ധത്തിന് നെട്ടൂരാൻ കൂട്ടു നിൽക്കരുത്. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിയാണോ അതോ സഖാവ് സേതു ആണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഹോം മിനിസ്റ്റർ ഓർഡർ ആണെങ്കിൽ അത് കേൾക്കാൻ നെട്ടൂരാൻ നിങ്ങളുടെ ഓർഡറിലേ അല്ല. സഖാവ് സേതുവിനെ കേൾക്കാനാണെങ്കിൽ ഒരു പഴയ സഖാവായ എനിക്ക് ചിലത് പറയാനുണ്ട്. എനിക്കോ ഡി കെക്കോ പാർട്ടിക്കോ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഡി കെക്ക് സ്റ്റെല്ലയോടുള്ളത്. എന്തിന്? സേതുവിനെ പോലും. സേതുവിനറിയാമോ, ഡി കെ ജയിലിൽ നിന്നിറങ്ങി സേതുവിനെ കെട്ടുന്നതിന് മുമ്പ് സ്റ്റെല്ലയെ കണ്ടിരുന്നെങ്കിൽ ഡി കെ സേതുവിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതൊന്നും എനിക്ക് കേൾക്കണ്ട. നെട്ടൂരാൻ കൂട്ടു നിന്നില്ലെങ്കിൽ ഡി കെ ആ വീട്ടിൽ പോവില്ല. പോവും സേതു. സ്റ്റെല്ല പ്രസവിച്ച ഡി കെയുടെ മകൻ ആ വീട്ടിൽ വളരുന്നുണ്ട്. തീർച്ചയായും ഡി കെ പോകും. ഞാൻ കൂട്ടുനിന്നില്ലെങ്കിൽ കൂട്ടുനിൽക്കാൻ മറ്റു പലരുമുണ്ട്. അവർ ഡി കെ ഒറ്റുകൊടുക്കും. ഈ ബന്ധം നാട്ടിലറിയും. ഡി കെ നാറും. കണ്ണനും ഡി കെയുടെ സുഹൃത്താണ്. ഡി കെയുടെ പോക്ക് ശരിയല്ലെന്ന് എന്നോട് വന്ന് പറയാൻ കണ്ണന് തോന്നിയല്ലോ. എന്നെയും കണ്ണനെയും ഒരുപോലെ കാണുന്നത് സേതുവിന്റെ കാഴ്ചയ്ക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ്. എന്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ട്. അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു സേതുലക്ഷ്മിക്ക്. കണ്ണൻ മുതലാളിക്ക് വ്യവസായ മന്ത്രി ഡി കെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി അവൻ ആവശ്യം അവന്റെ തോന്നിയാസങ്ങൾക്ക് മറയായി ആഭ്യന്തരമന്ത്രിയുടെ സഹായമാണ്. എല്ലാരും എനിക്കറിയാൻ നെട്ടൂരാൻ മുതലാളി. ഏതോ കഥയിലെ എന്നോ മരിച്ചൊരു കഥാപാത്രത്തെ പൊക്കിയെടുത്ത് വികാര പ്രകടനം നടത്തുന്ന നിങ്ങൾ എന്തിനാ ഈ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കുന്നത്? വ്യവസായ മന്ത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നേടാവുന്നത് നേടാൻ വേണ്ടി, നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ വേണ്ടി. മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് നെട്ടൂരാൻ ഉണ്ടായിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത്, എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും വേണ്ടി. സേതുവിനറിയാമോ, നിങ്ങൾ മന്ത്രിമന്ദിരത്തിൽ പൊറുതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ. എനിക്കാരെ ഒന്നും ബോധിപ്പിക്കണ്ട. എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് സേതു നെട്ടൂരാനെ കാണരുത്. കാണാനാണ് ഭാവമെങ്കിൽ നെട്ടൂരാൻ അത് പുല്ലാണ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല. അത് മറക്കരുത്. കോനെ तेरा बाप पकड़ा जी. നെട്ടൂരാനോ? ഇരിക്കേ. വേണ്ട, നിന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. ആഭ്യന്തരമന്ത്രി സേതുലക്ഷ്മിയുടെ ചെവി കടിച്ചു പറിച്ച് ആ വീട് കുളം തോണ്ടി അല്ലേടോ? നെട്ടൂരാൻ പറയുന്നത്? മിണ്ടരുത്. താനല്ലേ ഡി കെ അവിടെ കൊണ്ടുവിട്ടത്? തന്നെ വിശ്വസിച്ചല്ലേ ഡി കെ തന്നെയും കൂട്ടി ആ വീട്ടിൽ പോയത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമായിരുന്നു അവിടെ എനിക്കറിയില്ലായിരുന്നു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല നെട്ടൂരാനെ. ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. തനിക്ക് എന്തോ അറിയാവുന്ന ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. സഖാവ് കണ്ണ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയപ്പം ഒരുപാട് നാറി മുതലാളിമാര് പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങി സഹാക്കളെ ചമയുന്നുണ്ട്. മന്ത്രി സേതുലക്ഷ്മിയുടെ വീട്ടിലെ അടുക്കള കമ്മിറ്റിയിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. പാതകത്തും പത്താമ്പുറത്തും ഇരുന്ന് പരദൂഷണം പറയുന്നതല്ല രാഷ്ട്രീയം. ഡി കെ എന്റെ സുഹൃത്താണ്. ഡി കെക്കെതിരായിട്ട് നീ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അറിയാമല്ലോ നിനക്കെന്നെ. പഴയ നെട്ടൂരാനാകാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. നെട്ടൂരാനാണ് ഡി കെ ചീത്തയാക്കുന്നത് അല്ലടാ. നീ എന്നോട് കളിക്കല്ലേ.
നിന്നെ ഞാൻ കളി പഠിപ്പിക്കുമേ കണ്ണം മുതലാളി. ആ നെട്ടൂരാനെ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി നീ സംസാരിച്ചത് തെമ്മാടിത്തരമാണ്. തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരോട് അങ്ങനെ സംസാരിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങൾ എന്നെ പെരുമാറ്റച്ചട്ടമൊന്നും പഠിപ്പിക്കണ്ട. പഠിപ്പിക്കുവഴി, നിന്നെ ഞാൻ പഠിപ്പിക്കും. നീ ആരാന്നാ നിന്റെ വിചാരം? സഖാവിന്റെ ഒന്നാം ഭാര്യ, പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ. സേതു, പാർട്ടി സംസാരം പാർട്ടി ഓഫീസിലും മന്ത്രിയുടെ കെട്ടുകാഴ്ച സെക്രട്ടേറിയറ്റിലും വെച്ചിട്ട് എന്റെ ഈ വീട്ടിൽ നീ എന്നോട് സംസാരിക്കാവൂ. നിങ്ങളുടെ വീടോ? നമ്മൾ 2 മന്ത്രിമാർക്കും താമസിക്കാൻ സർക്കാർ തന്ന വീട്. നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടല്ല പാർട്ടി സേതുലക്ഷ്മിയെ ആഭ്യന്തരമന്ത്രിയാക്കിയത്. സഖാവേ, പ്രോട്ടോകോൾ അനുസരിച്ച് വ്യവസായ മന്ത്രി DK-യേക്കാൾ അധികാരവും സീനിയോറിറ്റിയും ഹോം മിനിസ്റ്റർ സേതുലക്ഷ്മിക്കാണ്. കുടുംബജീവിതത്തിന്റെ പ്രോട്ടോകോളിൽ ഭർത്താവിനാണ് ഈ സീനിയോറിറ്റി. എന്നോട് തർക്കുത്തരം പറഞ്ഞാൽ നീ ഏത് കോപ്പിലെ മന്ത്രിയായാലും ചവിട്ടി പുറത്താക്കും ഞാൻ. എന്നെ ചവിട്ടാൻ കാലുപൊക്കി ഇനിയും നിങ്ങൾ താഴണമെന്നില്ല. എന്റെ പട്ടി പോലും ഇനിയും നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ കഴിയില്ല. പോലീസ് മന്ത്രി, നീ പോയാ എനിക്ക് പുല്ല. നെട്ടൂർ എന്റർപ്രൈസസ് പ്രൊപ്പറേറ്റർ, നെട്ടൂർ ആൻഡ് റെസിഡൻസ് സ്പീക്കിംഗ്. പാതിരായ്ക്ക് ഏത് തമ്പി? വേലിത്തമ്പിയാണോ? തലക്കുളത്തുനിന്നാണോ? ഇടിച്ച് നിന്റെ മുതുകാൻ കുളമാക്കും. നിനക്ക് നിന്റെ യജമാനും രാത്രി ഉറക്കമില്ലയോടെ? എന്ത് അത്യാവശ്യമാണെങ്കിലും രാവിലെ. എന്താ തമ്പി? എന്റെ സഖാവേ, ഇവിടെ ആകെ പ്രശ്നമാ. മിനിസ്റ്റർ സേതു പിണങ്ങി ഇറങ്ങി പോയി ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി. എന്താ കാര്യം? കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വലിയ ബഹളമായിരുന്നു. താൻ DK-ക്ക് ഫോൺ കൊടുത്തേ? മിനിസ്റ്റർ കിടന്നു, ആർക്കും ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ, എന്നാ ഉറങ്ങട്ടെ. ഞാൻ കാലത്തങ്ങെത്താം. താൻ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ആ, മന്ത്രിയായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ന്യായം എന്റെ ഭാഗത്താണ് പോറ്റി സാർ. നിങ്ങൾ വെറും ഭാര്യാഭർത്താക്കന്മാരല്ല, ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഈ രാജ്യത്ത് ഉത്തരവാദപ്പെട്ട 2 മന്ത്രിമാരാണ്. നിങ്ങൾ പിണങ്ങി മാറിയതിന്റെ കാരണം നാട്ടുകാരറിയില്ലേ? പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളുമായിട്ട് പത്രക്കാരും പ്രതിപക്ഷവും നമ്മുടെ പാർട്ടി ആക്രമിക്കില്ലേ? അതിനൊരവസരം നിങ്ങളായിട്ടുണ്ടാക്കരുത്. സേതു മടങ്ങിപ്പോകണം. ഇല്ല പോറ്റി സാർ, ഞാൻ വേണമെങ്കിൽ ഇപ്പോഴെന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കാം. എന്തായാലും ആ വീട്ടിലേക്ക് ഇനി ഞാൻ മടങ്ങിപ്പോവില്ല. എടോ, വഴക്കിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ഈ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ താനും സേതു, അല്ലേ? തെറ്റ് തന്റെ ഭാഗത്താ. താൻ കുറെ കൂടെ ക്ഷമ കാണിക്കണമായിരുന്നു. എടോ, താനും സേതുവുമായിട്ടല്ല വഴക്കുണ്ടായിരിക്കുന്നത്. 2 മന്ത്രിമാർ തമ്മിലാ. ഭാര്യ ആഭ്യന്തരമന്ത്രി ഗസ്റ്റ് ഹൗസിൽ പൊറുതി തുടങ്ങി. മന്ത്രിമന്ദിരത്തിൽ ഭർത്താവ് വ്യവസായ മന്ത്രി വീർപ്പിച്ച് കിട്ടിയ ഈഗോയുമായിട്ട് കുത്തിയിരിക്കുന്നു. താൻ ആ ഫോൺ എടുത്ത് ഗസ്റ്റ് ഹൗസിലോട്ട് വിളിച്ച് സേതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ? ഞാൻ പറഞ്ഞിട്ടാണ് അവളോട് ഇറങ്ങിപ്പോയത്. DK, ഈ മന്ത്രിമന്ദിരവും ആ ഗസ്റ്റ് ഹൗസും ഒക്കെ വെറും സത്രങ്ങളാ. നിങ്ങളുടെ ജീവിതം സത്രങ്ങളിൽ കളിച്ച് കളയാനുള്ളതല്ല. എടോ, ഞാനും വരാം. നമുക്ക് പോയി സേതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നടക്കത്തില്ലടോ, തനിക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഒരു സ്ത്രീയാണെന്നും എന്റെ ഭാര്യയാണെന്നുള്ള ബോധം അവൾക്കില്ലാതായിരിക്കുന്നു. ധിക്കരിച്ചിറങ്ങിപ്പോയതല്ലേ, സ്വന്തം മനസ്സാലോ തിരിച്ചു വരട്ടെ. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമേ ഇല്ല, ഉറപ്പാ. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇന്നത്തെ പത്രം മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. പ്രശ്നം ആഭ്യന്തരമാണ്, ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണം. മന്ത്രി ദമ്പതികൾ പിണങ്ങി പിരിഞ്ഞു. ഇംഗിലാബ് ഒരു വീട്ടിലും സിന്ദാബാദ് മറ്റൊരു വീട്ടിലും. ദാ നാറി. താനല്ല, തലസ്ഥാനം ഒട്ടാകെ നാറിയെന്ന്.
യെസ്. ആര്? അന്നമ്മയോ? ഓ, നെട്ടൂരന്റെ വൈഫ്. ആ, വരാൻ പറയൂ. നമസ്കാരം. മാഡം, ഇന്ന് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിന് ഒരു ഫർലോങ്ങിനപ്പുറം പ്രതിപക്ഷത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിനെന്താ? മാഡം മീറ്റിംഗിന് പോകുന്നതിനോട് എന്താ മീറ്റിംഗിന് പോയാൽ? ഞാൻ IPS കാരിയല്ല. ജനങ്ങളെ ഒരുപാട് കണ്ടിട്ടാ ഞാൻ മന്ത്രിയായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയാ അന്നമ്മേ? ഇയാളങ്ങ് വലുതായല്ലോ. പിന്നെ എന്താ വന്നത്? ഞാൻ വന്നത് സേതു, നമ്മളൊക്കെ പെണ്ണുങ്ങളാണ്. പിണങ്ങി മാറിക്കഴിയാൻ എളുപ്പമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അകൽച്ച കൂടത്തേ ഉള്ളൂ. പ്രശ്നം എന്തൊക്കെയായാലും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞ് നിങ്ങളിതിന് പരിഹാരം കാണണം. ഇത് പറയാനാ ഞാൻ വന്നത്. നമുക്ക് സംസാരിക്കാൻ വേറെ എത്രയോ കാര്യങ്ങളുണ്ട് അന്നമ്മേ. ഞാൻ സേതുവിനെ കാണാൻ വന്നത് ഈ ഒരു കാര്യം മാത്രം സംസാരിക്കാനാ. അന്നമ്മേ, മേടയിൽ മട്ടുപ്പാവിലെ ശാസനയിൽ വളർന്നതല്ല സേതുലക്ഷ്മി. ഈ ഭാരത സ്ത്രീയുടെ പഴഞ്ചൻ ഭാവശുദ്ധി വേഷത്തോട് എനിക്ക് പുച്ഛമാണ്. ഭർത്താവ് തെറ്റ് ചെയ്താൽ ഭാര്യ എതിർക്കും. തെറ്റ് തിരുത്താൻ ഭർത്താവിന് ഭാവമില്ലെങ്കിൽ പിണങ്ങി പിരിയും. കെട്ടുതാലി കുരുക്കിൽ ശ്വാസം മുട്ടി ചാവാൻ സേതുലക്ഷ്മിയെ കിട്ടില്ല. ആ, എപ്പോഴാ മീറ്റിംഗ്? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോവാം. 10 മിനിറ്റ് കഴിഞ്ഞ് പോയാ മതിയെന്ന്. ഞാൻ ഇറങ്ങട്ടെ സേതു? വരട്ടാനമ്മേ. മോനെയും കൊണ്ട് ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. അവന് കുറച്ച് ചോക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ വേണ്ട സേതു. നിങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന വിപ്ലവം മാറ്റിവെച്ചിട്ട് ഇവന്റെ അപ്പൻ ഒരുപാട് ചോക്ലേറ്റ് ഇവന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞല്ലേ, മധുരം അധികം തിന്നണ്ട ഇപ്പോഴേ. പൊയ്ക്കോട്ടെ. യെസ്. മന്ത്രി ദമ്പതികളുടെ പിണക്കം ചർച്ചാ വിഷയമാകുന്നു. നേതാക്കളുടെ ശ്രമം വിഫലം. വ്യക്തിപരമെന്ന് മന്ത്രി സേതുലക്ഷ്മി പറഞ്ഞൊഴിഞ്ഞ DK-യുമായുള്ള പിണക്കത്തിന് പിന്നിൽ ഒരു സ്ത്രീക്ക് ബന്ധമുള്ളതായി അറിയുന്നു. അനാവശ്യമായ കെട്ടുകഥകൾ ഉണ്ടാകാതിരിക്കാനും പ്രചരിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. സ്റ്റെല്ല എന്ന സ്ത്രീയുമായി മന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് നൽകുന്നത് ശരിയാണോ? അല്ല. അവരുടെ വീട്ടിൽ ഒളിവ് കാലത്ത് മന്ത്രി കഴിഞ്ഞിട്ടില്ലേ? സഖാവ് DK മാത്രമല്ല, മറ്റു പലരും. സ്റ്റെല്ലയുടെ കുട്ടിയോ? സ്റ്റെല്ലയുടെ കുട്ടി അത് മന്ത്രി DK-യുടേതാണെന്നാ ചോദിച്ചത്. അല്ല. എന്നാ കേൾക്കുന്നത്? താൻ എവിടെന്നാ കേട്ടത്? അതവിടെന്നെങ്കിലും ആവട്ടെ. ഒരു മിനിറ്റ്. ചൂടാവുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ പത്രസമ്മേളനത്തിന് അർത്ഥമില്ലാതാവും. കേട്ടുകേൾവി വാർത്തയായിട്ട് അച്ചടിച്ചിറക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിന്റെ ആവശ്യമേ ഇല്ലല്ലോ. നിങ്ങളുടെ എല്ലാം സഹകരണം ഇതിനാവശ്യമാണ്. ഇപ്പോ സഖാവ് DK-യെ പോലുള്ള ഒരു മന്ത്രിക്ക് പറയാനുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്ന പത്രധർമ്മത്തിൽ മാത്രം ഈ സമ്മേളനം ഒതുക്കി നിർത്തണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഇനി സഖാവിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാം. ഒളിവ് കാലത്ത് പല വീടുകളിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ സ്ത്രീയുടെ വീട്ടിലും. സഖാവ് നെട്ടൂരാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിനപ്പുറമായൊരു ബന്ധം ആ സ്ത്രീയുമായിട്ടോ നിങ്ങളിപ്പോ പറഞ്ഞ ഈ കഥയുമായിട്ടോ എനിക്കില്ല. അതാണ് സത്യം. അതല്ലല്ലോ സത്യം. രഹസ്യമായിട്ടാണെങ്കിൽ പോലും താൻ കൊടുത്ത അംഗീകാരത്തിന്റെ പേരിലാണ് തന്റെ മകനും അവന്റെ അമ്മയും കഴിയുന്നത്. പരസ്യമായിട്ട് താനത് നിഷേധിച്ചപ്പോൾ അവർ അനാഥരായടോ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു അതാ പറയുന്നത്. സമ്മതിക്കണമായിരുന്നു. പത്രസമ്മേളനത്തിൽ ഉറച്ചു വിളിച്ചു പറയണമായിരുന്നു. അതിന്റെ പേരിൽ മന്ത്രി കസേര നഷ്ടപ്പെടാൻ പോകുകയാണെങ്കിൽ പോട്ട് പുല്ലെന്ന് വെക്കണമായിരുന്നു. അതാണ് DK തന്നെയും എന്നെയും പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടത്. മന്ത്രി കസേരയിലിരിക്കാൻ എനിക്ക് കൊതിയൊന്നുമില്ല നെട്ടൂരാനെ. പക്ഷെ എന്റെ ഇമേജിന്റെ പ്രശ്നമാണ്. തന്റെ ഇമേജോ? തനിക്ക് മാത്രമേ ഉള്ള ഇമേജ്. തന്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സ്റ്റെല്ലയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജുമില്ലേ? ഇസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്. തന്റെ കുഞ്ഞ് ഇസ് എ ബാസ്റ്റേർഡ്. നെട്ടൂരാനെ ഓടോ നെട്ടൂരാനെ. ഞാൻ നോക്കോടോ സ്റ്റെല്ലേ. തന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. എനിക്ക് തന്നെ പോലെ ഇൻകുലാബിന്റെ ഇമേജിലല്ലോ സഖാവെ നഷ്ടപ്പെടാൻ.
5 കൊല്ലം മുമ്പ് വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പാർട്ടിയിൽ നിന്നും ലീവ് എടുത്ത് മാറി നിന്നിരുന്ന സഖാവ് നെട്ടൂരാൻ സജീവമായി വീണ്ടും പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. സഖാവിന്റെ പാർട്ടിയിലെ സീനിയോറിറ്റിയും കഴിഞ്ഞകാല പ്രവർത്തനവുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വത്തിന് സഖാവ് നെട്ടൂരാൻ അർഹനാണ്. ഇനി സഖാക്കളുടെ അഭിപ്രായം പറയാം. സഖാവ് നെട്ടൂരാന്റെ ആദ്യകാല പ്രവർത്തനവും സീനിയോറിറ്റിയും ഒക്കെ മാനിക്കുന്നു. പക്ഷെ സഖാവിനെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് ഇനി എടുക്കാൻ പാടില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ 5 കൊല്ലം മുമ്പ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിന്ന സഖാവ് നെട്ടൂരാൻ ഇന്ന് നെട്ടൂരാൻ മുതലാളിയാണ്. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. 5 കൊല്ലം പാർട്ടി വിട്ടുതന്നല്ലേ, ഇനി 5 കൊല്ലം സഖാവ് നെട്ടൂരാൻ പാർട്ടി പ്രവർത്തിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കണോ വേണ്ടോ എന്ന്. എന്തും തീരുമാനിക്കാൻ 5 കൊല്ലം അല്ല 10 കൊല്ലം കഴിഞ്ഞാലും നെട്ടൂരാനെ പോലെ മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഭരണത്തിൽ കയറിയ പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ ഇല്ലാത്ത പരാധീനതകൾ ഉണ്ടാക്കി പറഞ്ഞ് പാർട്ടി മന്ത്രിമാരെ സ്വാധീനിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് അനധികൃതമായി നെട്ടൂരാൻ ഇത്രയധികം കാശുണ്ടാക്കിയത്. നെട്ടൂരാനെ പോലൊരു ബൂർഷ്വാ മുതലാളിക്ക് പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റിയിൽ അംഗത്വം കൊടുക്കുകയാണെങ്കിൽ അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തോടുള്ള അവഹേളനമായിരിക്കുമെന്നാണ് എന്റെയും ഈ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം. ഒരു മുതലാളിയെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. ഈ അപേക്ഷ പരിഗണിക്കരുത്. നെട്ടൂരാനെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ പാടില്ല. അതെ, ഞങ്ങൾ എതിർക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. തീരുമാനം ഇപ്പോൾ എടുക്കണം. സഖാവ് നെട്ടൂരാന് പറയാനുള്ളത് പറയാം. പാർട്ടിയോടും പാർട്ടി സെക്രട്ടേറിയറ്റിനോടും പാർട്ടി ഡിസിപ്ലിനോടും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനെന്ന അവകാശവാദമില്ലാതെ എല്ലാ ആദരവോടും കൂടി സഖാവ് നെട്ടൂരാൻ പറയുകയാണ്. വികാരാവേശത്തോടെ എന്റെ സുഹൃത്തുക്കളായ സഖാക്കൾ പറഞ്ഞ വിവരക്കേടിന് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നിർഭാഗ്യകരമായി പോയി. നെട്ടൂരാന്റെ വളർച്ചയാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് പ്രശ്നം. പാർട്ടി വളരാൻ നെട്ടൂരാൻ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇറങ്ങട്ടെ സാർ. തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ നെട്ടൂരാനെ. അധികാരത്തിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണിത്. ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ്. സിന്ദാബാദ്. അയ്യോ, ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന വയസ്സൻ ആനയുടെ അത്ര ആവേശമില്ലല്ലോ ആനപ്പുറത്തിരിക്കുന്ന സഖാവിന്റെ ചിന്താബാദ് വിളിക്ക്. നല്ല സ്ട്രോങ് ആയിട്ടൊരു ചിന്താബാദ് തന്നെ. ഇൻകുലാബ് സിന്ദാബാദ്. ആ, മോന് വിശക്കുന്നുണ്ടല്ലേ? ഇല്ല. കണ്ടോട്ടെ, എനിക്കറിയാം. മോൻ ഇറങ്ങി അമ്മച്ചോട് എന്ന് പറ മേശപ്പുറത്ത് എല്ലാം വിളമ്പി വെക്കാൻ. ആ, ഉണ്ണിത്താനെ, പാർട്ടിക്കാരുടെ മുമ്പില് ഞാനിപ്പം വെറും മുതലാളി മാത്രമാണോ? അതുകൊണ്ട് ഇപ്പൊ 4 നേരം വല്ലതും കഴിച്ചോണ്ട് കിടക്കുന്നു. അന്ന് നല്ല ബുദ്ധി തോന്നി ഇത്രയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഖാവ് നെട്ടൂരാൻ ഇപ്പൊ പട്ടിണി കോലമായി. അന്നമ്മ പറയി പെറ്റ് പന്തിരികുലം പോലെ 12 എണ്ണത്തിനെയും പെറ്റ് അതുങ്ങളെല്ലാം കൂടി വല്ല പലഹാരക്കടയുടെ മുമ്പിലും ചെന്ന് നിന്ന് വായി നോക്കി കൊതിവെള്ളം ഇറക്കുന്നതിന്റെ സഹിക്കാൻ വയ്യാതെ മൊയിലാളി വല്ല കടപ്പുറത്തും ചെന്ന് വിഷമടിച്ച് ചത്തു കഴിയുമ്പോ അന്നമ്മയും പിള്ളേരെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും എടുത്ത് പത്രസമ്മേളനവും നടത്തി നെട്ടൂരാൻ കുടുംബസഹായ ഫണ്ട് ഉണ്ടാക്കി പുഴുങ്ങി ഊട്ടി ഒലത്തിയേനെ പാർട്ടിയിലെ കരിങ്കാലികള്. മതി മതി മതി. എന്താ പിടിക്കണില്ലേ? മതി എങ്കി മതി. മൊയിലാളി എങ്കി മൊയിലാളി. ഉണ്ണിത്താൻ പോയി വല്ലതും കഴിക്കേ. പിന്നെ വരണില്ലേ? ആ, 32 ലക്ഷം. 35 ലക്ഷം. എന്താ? എങ്കിൽ 45 ലക്ഷം. 45 ലക്ഷം. 45 ലക്ഷം ഒരു തരം, 45 ലക്ഷം 2 തരം, 45 ലക്ഷം 3 തരം. ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു.
45 ലക്ഷത്തിന് എവിടെ മുതലാകാനാ? ലേലം എനിക്ക് വിട്ടുതരണം. വെറുതെ വേണ്ട. 5 ലക്ഷം രൂപയുണ്ട്. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. അല്ലെങ്കിൽ ഞാനങ്ങ് വിട്ടുകളഞ്ഞനെ. നെട്ടൂരാന്ന് അറിയാൽ ഒരു 35 ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും. കഷ്ടിച്ച് നിന്ന് പിഴയ്ക്കാം. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇതെത്രയുണ്ട്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയെ ലേലത്തിൽ നിന്ന് പിന്മാറാൻ 5 ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും ഒറ്റയടിക്ക് അയാൾ ഉണ്ടാക്കും. കള്ള ബെടുവ. പാർട്ടിയിൽ അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണിത്താനെ. പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിനി കള്ളനോട്ടോ വല്ല ആണോ? മൊത്തത്തിൽ അയാളൊരു വ്യാജനാ. പിന്നെ അച്ചായോ, ഏ ഫെലിക്സ് അച്ഛൻ കാണാൻ വന്നിരിക്കുന്നു. ആ വരുന്നു. നമസ്കാരം അച്ചോ. നമസ്കാരം. അച്ഛൻ എഴുന്നാട്ടെ. സുഖമല്ലേ സ്റ്റീഫ? അതെ അച്ചോ. എല്ലാ കാര്യങ്ങളും അന്നമ്മ എന്നോട് പറയാറുണ്ട്. പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലാന്ന് എനിക്കറിയാം. എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്കുക? നമ്മുടെ പള്ളിയുടെ വകയായി ഒരു അനാഥ മന്ദിരം നടത്തുന്ന കാര്യം അറിയാമച്ചോ. ആ, ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള 5 പിള്ളേർക്ക് അന്ന ഊട്ടി തുടങ്ങിയതാ. 58 അന്തേവാസികളുണ്ട് ഇപ്പോ. ഇടവക പ്രമാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരും. ഇക്കാര്യം കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞ സ്റ്റീഫ, കഷ്ടിച്ച് 2 നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം, തനിക്ക് കഴിയുന്നത് പോലെ. ഉണ്ണിത്താനെ. ഓ, മുഴുവനും ഉണ്ട്. ഇതാച്ചോ 5 ലക്ഷം രൂപയുണ്ട്. ഇത്രയും വലിയൊരു തുക സ്റ്റീഫ? ഇല്ലച്ചോ, അന്നമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന 50 രൂപയുടെ വില ഈ 5 ലക്ഷത്തിനില്ല. എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത്? കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ. പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത്. 5 ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലെ ഫെലിക്സ് അച്ഛൻ പോയത്. പാർട്ടി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി. റവന്യൂ എൻഫോഴ്സ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? ഇവിടെ കള്ളപ്പണമൊന്നും ഇരിപ്പില്ല. ഇൻകം ടാക്സ് റിട്ടേണുകൾ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഇപ്പൊ ഒരു സെർച്ച്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ക്യാരി ഓൺ. റവന്യൂ എൻഫോഴ്സ്മെന്റ്, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ ഒന്ന് പരിശോധിക്കണം. സാർ, മുതലാളി ഒന്ന് വിളിക്കാം. നോ പുറത്തേക്ക് ഇറങ്ങണം. ആ, നിങ്ങളിവിടെ ഇരിക്കണം. നിങ്ങൾ കൂടെ വരണം. കൂടെ ചെല്ലുണ്ണി തന്നെ. ദേവകിയമ്മയ്ക്ക് നാളെ വീട്ടിലോട്ട് പോണേ, പോയേച്ചുവാ. അന്നമ്മോ, അടുക്കളയിൽ നിന്ന് ഇറങ്ങി കൊടുത്തേ. അതെന്തിനാ? ഈ സാറന്മാർക്ക് ഇവിടെ എല്ലാം ഒന്ന് പരിശോധിക്കണം. ആ, ഇറങ്ങണം. എനിക്കറിയില്ല സാർ. അറിഞ്ഞൂടെ, ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സെർച്ച് ചെയ്. ഇറങ്ങൂടെ ഇങ്ങോട്ട്. റോങ് നമ്പർ. കഴിഞ്ഞു. ഇവിടെ ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് സെർച്ച് ചെയ്തത്. ഇതിന്റെ പേര് സെർച്ച് എന്നല്ല, ഈ കാണിച്ചിട്ടിരിക്കുന്നതിന്റെ പേര് തെമ്മാടിത്തരമെന്നാ. മുതലാളി ചോദിക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരട്ടെ. നിന്നെ 2 കാര്യങ്ങൾ ചെയ്തിട്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ. എന്റെ വീട് സെർച്ച് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം. 2, ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം. ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ളതാ ഞങ്ങള്. വെറുതെ പ്രഷർ കൂട്ടണ്ട. പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേം താഴെയിടും. എന്തിനെങ്ങനെ ഒച്ചത്തി സംസാരിക്കുന്നേ? സാർ ഇരിക്കണം. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ. അപ്പോഴത്തേക്ക് ഞാനും പാസിയും കൂടി ഇതൊക്കെ അടുക്കി വെച്ചോളാം. സാർ എന്നാട്ടെ.
സാർ ഇരിക്കണം. വെറുതെ ബാസിയേ ഒന്ന് വന്നേരെ. ഹലോ, അതെ. നെട്ടൂരാനാണ്ടോ? റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ച അവന്മാര് പോയി. താൻ തന്ന 5 ലക്ഷം രൂപയും കൊണ്ടുപോയി. ലേലം എന്റെ പേരിൽ ഞാനങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ. എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ആ, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ. നീ എന്നോട് കളിക്കല്ലേ? നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണ മുതലാളി.